പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട് വിശ്വാസത്തിന്റെ ശക്തി എന്നാണെന്ന്. 14-ാം അധ്യായം 13-ാമത്തെ വാക്യം എന്നോട് നിങ്ങളോടും പറയുന്ന പോലെ കേട്ടെ. മോശ ജനത്തോട് പറഞ്ഞു നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുവിൻ. എവിടെ ഉറച്ചു നിൽക്കണം? പറ, എവിടെ ഉറച്ചു നിൽക്കണം? ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവത്തിൽ ഉറച്ചു നിൽക്കണം. ഇതാരാ പറഞ്ഞേ? മോശയിലൂടെ ദൈവം പറഞ്ഞ വാക്കാ. സാധാരണക്കാരനായി ഞാൻ മൈക്കിലൂടെ പറയുന്നതും ഒരുപക്ഷെ ദൈവം ഇത് കേൾക്കാൻ പാകത്തിന് എന്നിലൂടെ പറയിപ്പിക്കുന്നതും ഇതിനു വേണ്ടിയായിരിക്കും. എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും ദൈവത്തിന്റെ വാക്കാണ് ഉറച്ചു നിൽക്കുവിൻ. അതാ ദൈവം നമ്മളോട് പറഞ്ഞേ. ഉറച്ചു നിന്നുള്ള പ്രത്യേകത, ഇന്ന് കർത്താവ് ചെയ്യുന്ന രക്ഷാകൃത്യം നിങ്ങൾ കാണും. 14-ാമത്തെ വാക്യം, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. ഹല്ലേലൂയ. ഭയങ്കര പവർഫുൾ ആയിട്ടൊരു വാക്കാണ്. എന്ത് ചെയ്താൽ മതി? ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാൾ ഇരുന്നാ മതി. പഴയ നിയമത്തിൽ ജെറീക്കോ പട്ടണം അതിൻ്റെ ചുറ്റുമതിൽ വീഴാൻ വേണ്ടി ദൈവം കൊടുത്ത രീതി ഏതെന്നറിയോ? വിശ്വാസവും പ്രാർത്ഥനയുള്ളവരെ 5-6 ദിവസം വട്ടം നടത്തി. ഒരാൾ വട്ടം നടന്നാൽ പ്രശ്നം തീരുവോ? വിശ്വാസവും പ്രാർത്ഥനയുള്ള ഒരു മനുഷ്യൻ വട്ടം നടന്നാൽ മതി, ആ പ്രതിസന്ധി തടസ്സം മാറും. അവർ കമ്പി കൊണ്ട് കുത്തിപ്പൊട്ടിച്ചു നല്ല എഴുതിയിരിക്കുന്നത്, തന്നെ താഴെ വീണു. വിശ്വസിക്കുന്ന ഒരുവൻ, പ്രാർത്ഥനയുള്ള ഒരുവൻ നടന്നാ തീരുന്ന പ്രശ്നമുള്ളൂ. പറഞ്ഞു ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ. അതാണ് പവർ ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിന്റെ ശക്തി. നമുക്കാർക്കും വിശ്വാസം ഉണ്ടെങ്കിലും വിശ്വാസത്തിന്റെ ശക്തി എന്നാണെന്നറിയില്ല. വിശ്വാസ ശക്തി എഴുതിയിരിക്കുന്നത്, ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. യുദ്ധം ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? കണ്ട ഒരു സംഭവം ഉണ്ടായതുകൊണ്ടാണ് ഇത് ഇത്ര കറക്റ്റായിട്ട്, ഇത്ര ഡീറ്റെയിൽ ആയിട്ടും ഇത്ര ഉറപ്പിച്ചു അങ്ങ് പറഞ്ഞ്. യുദ്ധം ചെയ്ത് കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഇത്രയും ഇത് സാധാരണ ഒരു വാക്ക് പറഞ്ഞ് ഒന്നും കൂടി അത് പറഞ്ഞ് അടുത്ത വിഷയത്തിൽ പോകാമായിരുന്നു. ദൈവം പറഞ്ഞു വിശ്വസിക്കുന്നവർക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഉദാഹരണത്തിന്, ഞാൻ വന്നിരിക്കുന്നത് വയനാട്ടിൽ നിന്നാണ്. ഞങ്ങൾ ധ്യാനം നടത്തുന്ന സ്ഥലത്ത് ഒരു 150 പേർക്ക് ഇരിക്കാനുള്ള സ്ഥലമേ ഉള്ളൂ. ആ 150 പേര് അതിന് തന്നെ വളരെ ബുദ്ധിമുട്ടാണ് അതിന് അത്രേ സ്ഥലമുള്ളൂ. അപ്പോൾ അവിടെ ധ്യാനം നടക്കുകയാണ്. 2 വർഷം മുമ്പ് ഓണത്തിൻ്റെ അവധിക്കാണ് കൃത്യം ധ്യാനത്തിൻ്റെ ദിവസം വന്നത്. എല്ലാ മാസത്തിലെ 2-ാമത്തെ ആഴ്ചയിലാണ് ധ്യാനം. അപ്പോൾ അവിടെ ധ്യാനം നടക്കുന്ന സമയം, ഈ ധ്യാനത്തിൻ്റെ സമയത്ത് 2-3 വർഷം മുമ്പ് ഈ ധ്യാനം നടക്കുമ്പം കൃത്യം ബുധനാഴ്ച ദിവസം ഇവിടുന്ന് ആ റോട്ടിൽ പോകുന്ന ദൂരത്തേക്കാൾ ഒരല്പം കൂടെ കാണുള്ളൂ. കൽപ്പറ്റ ഊട്ടി ഹൈവേ ആണ്. അതിൻ്റെ താഴെ ഒരു ചെറിയ ഹോസ്പിറ്റലാണ്. ഒരു ചെറിയ ഒരു കച്ചവട സ്ഥലങ്ങളൊക്കെ അവിടെ ഉള്ളൂ. ടൗൺ അല്ല അവിടെ. അപ്പോൾ അവിടെയുള്ള ആളുകളൊക്കെ വലിയ സ്നേഹവും സഹകരണവും ഉള്ളവരാണ്. അപ്പോൾ അവിടെ ഒരു ആലോചന വരുവാണ്, ഈ പ്രാവശ്യത്തെ ഓണം ആഘോഷമാക്കണം. അങ്ങനെ ഓണാഘോഷത്തിൻ്റെ ഭാഗമായി ഉച്ച കഴിഞ്ഞ് ഒരു 2 മണിയോടുകൂടെ ഒരു ജീപ്പ് ആ റോട്ടിൽ കൊണ്ടുപോയി നിർത്തി. ആ ജീപ്പിൻ്റെ മുകളിൽ വലിയ സൗണ്ട് സിസ്റ്റം കെട്ടിവെച്ചിട്ട് ചലച്ചിത്രഗാനം ഓണാക്കി വണ്ടി അവിടെ നിർത്തിയിട്ടിട്ട് ഇങ്ങനെ വെച്ചു. അപ്പോൾ അതിൻ്റെ ഒരു ബോക്സ് നേരെ അവിടെ തിരിച്ച് നേരെ ഇങ്ങോട്ട് തിരിച്ചു വെച്ച് ചലച്ചിത്രഗാനം ഓണാക്കി വലിയ സൗണ്ട് സിസ്റ്റത്തിൽ വെക്കുന്ന പോലെ ഇരിക്കും. അകത്തിരുന്നാൽ വരെ ക്ലിയറായിട്ട് കേൾക്കാം. ധ്യാനം നടത്താൻ പറ്റാത്തൊരു സാഹചര്യം വന്നു. വേറൊരു സ്ഥലം ഇരിക്കാനില്ല. ഇതെന്ത് ചെയ്യും? ഇവിടെ ക്ലാസ് എടുത്താലും ആ കാര്യങ്ങളെ മൈക്കിലൂടെ അനൗൺസ്മെൻറ്റ്, എല്ലാം വലിയ വലിയ പരിപാടി. അപ്പം ഞാൻ എൻ്റെ ബുദ്ധിയിൽ തോന്നിയൊരു കാര്യം ഒരാൾ ചെയ്തു. പരിചയം ഉണ്ടായിരുന്ന ഒരാളെ ഫോൺ വിളിച്ച്, അല്പം രാഷ്ട്രീയമായ സ്വാധീനമുള്ള ഒരാളാണ്, അല്പം അദ്ദേഹത്തോട് പറഞ്ഞു, അവരോട് പറയാമോ ആ ബോക്സ് ഒരല്പം തിരിച്ചു വെക്കാൻ പറയാമോ എന്ന് ചോദിച്ചു. ഈ ബോക്സ് ഇരിക്കുന്ന നേരെ ഡയറക്റ്റ് ഇങ്ങനെയായിരിക്കുന്നത്. അപ്പോൾ ഒരല്പം ഒന്ന് തിരിച്ചു വെച്ചാൽ ഈ സൗണ്ടിൻ്റെ അളവ് കുറയും. സൗണ്ട് കുറയ്ക്കാൻ പറഞ്ഞില്ല, ബോക്സ് തിരിക്കാൻ. അപ്പോൾ ഈ പോയ ആൾ, ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞ് പോയിട്ട് അതേ വേഗത്തിൽ തിരിച്ചു വന്നിട്ടൊരു കാര്യം പറഞ്ഞു. ഞാൻ ചോദിച്ചു, പക്ഷേ അവിടെയുള്ള 1-2 പേര് ഇങ്ങനെ പറഞ്ഞു, ബോക്സ് തിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു.
അപ്പോൾ പോയ ഒരാൾ പറഞ്ഞു, പള്ളിയിൽ ഒരു പരിപാടി നടക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. പള്ളിയിൽ പരിപാടി ഉണ്ടെങ്കിലും ഇല്ലേലും ബോക്സ് തിരിക്കാൻ ഒക്കില്ല എന്ന് പറയാൻ പറഞ്ഞു. അവർ ബോക്സ് തിരിക്കാൻ തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ അത് ഭയങ്കര ഒരു വിഷമം പോലെ തോന്നിയപ്പോൾ ഈ പോയ ആൾ തന്നെ പറയാണ്, അച്ഛൻ ആ സ്റ്റേഷനിലേക്ക് വിളിച്ചു പറയാം. പെട്ടെന്ന് എന്നോട് ആൾ പറയുന്നത്, എന്നോട് യുദ്ധം ചെയ്യാൻ പറയുക. എൻ്റെ ബുദ്ധി ഞാൻ കേൾക്കുകയാണ്, എന്നോട് യുദ്ധം ചെയ്യുക, വിളിച്ചു പറ. അപ്പോൾ അവിടെ നിന്ന് വിളിക്കും. അപ്പോൾ അതിനൊരു ഇടപാട്, ഒരു തീരുമാനം ഉണ്ടാകും. ഞാൻ ഫോൺ എടുത്തത് സത്യമാണ്. ഫോൺ എടുത്ത് കൈ പിടിച്ചപ്പോൾ എൻ്റെ മനസ്സ് പറഞ്ഞു വേണ്ടെന്ന്. അപ്പോഴാണ് ഈ വചനം ഓർമ്മ വരുന്നേ, നിങ്ങൾ ശാന്തരായി ഇരുന്നാൽ മതി, ദൈവം പ്രവർത്തിച്ചോളും. എങ്ങനെ ദൈവം പ്രവർത്തിക്കും? ആകാശത്തേക്ക് നോക്കിയിട്ട് ഒരു 10 ദിവസത്തേക്ക് ഒരു മഴ പെയ്യുന്ന ഒരു സാന്നിധ്യം പോലും ഇല്ല, ഒരു ചെറിയത് പോലും ഇല്ല, മഴ പെയ്തിട്ടുമില്ല. അങ്ങനെ വിഷമം തോന്നിയിരുന്നപ്പം ആളുകളൊക്കെ വന്ന് ധ്യാനം വീണ്ടും ഉച്ചയ്ക്കത്തെ ആ ബ്രേക്ക് എല്ലാം കഴിഞ്ഞ് ധ്യാനം തുടങ്ങുമ്പം പിന്നീട് സൗണ്ട് ഒന്നും ഞാൻ കേട്ടില്ല, ഒരു ശബ്ദവും കേട്ടില്ല. ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ഞാൻ ചിന്തിച്ചു, എന്താവോ സൗണ്ട് ഒന്നും കേൾക്കാത്തത്, ഇപ്പം കേൾക്കുമായിരിക്കും. അപ്പോൾ ഈ പ്രോഗ്രാം നടക്കുന്ന റോഡ് ഞാൻ പോയി കണ്ടപ്പോൾ അവിടെ മുഴുവൻ 2 സൈഡിലും ആളുകൾ, സ്ത്രീകളും കുട്ടികളും വലിയവരും ഒക്കെയുണ്ട്. റോഡ് മുഴുവൻ ചില പൊടികളൊക്കെ ഇട്ട് പലതരത്തിലുള്ള മത്സരങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കും. വലിയൊരു പരിപാടി, വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുന്ന വരെ, രാത്രിയാകുന്നവരെ പ്രോഗ്രാമാണ്. സംഭവം ഇന്നൊന്നും തീരത്തില്ലാത്ത കാര്യവുമാണ്. ധ്യാനം കഴിഞ്ഞ് ഒരു കുഴപ്പമില്ലാണ്ട് ധ്യാനം തീർന്നു. ആ വെള്ളിയാഴ്ച ദിവസത്തെ ധ്യാനവും കഴിഞ്ഞ് എനിക്കൊരാവശ്യം വന്ന് ഞാൻ വാഹനം ഓടിച്ച് ഞാൻ താമസിക്കുന്ന സ്ഥലത്തിന് 1 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു ടൗണിൽ ചെന്ന് നിൽക്കുമ്പം അവിടുത്തെ ബേക്കറിയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും നാരങ്ങാവെള്ളം കുടിക്കുകയാണോ, 1-2 പേര് കുടിക്കുന്നു, നാരങ്ങാവെള്ളം കിട്ടുന്നു. അപ്പോൾ എനിക്ക് പരിചയമുള്ള ഒരാളെ, അദ്ദേഹം എന്നെ കണ്ടിട്ട് മിണ്ടാൻ വന്നപ്പം ഞാൻ ചോദിച്ചു, എല്ലാവരും ഉണ്ടല്ലോ എന്ന് ചോദിച്ചു. എല്ലാ പാർട്ടിയിലെ ആളുകളും അവിടെയുള്ള ലോക്കൽ നേതാക്കന്മാരെല്ലാം ഉണ്ട്, എല്ലാവരും ഉണ്ടല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, അച്ഛൻ അറിഞ്ഞില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ അറിഞ്ഞില്ല, എന്താ കാര്യമെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു പ്രശ്നം തീർക്കാൻ കൂടിയതാന്ന് പറഞ്ഞു. ബേക്കറിയിലോ? അല്ല, ഇവിടുന്ന് ഒരു വെള്ളം കുടിച്ചിട്ട് ഞങ്ങൾ ആ ബാങ്കിൻ്റെ മുകളിലെ ഹാളിൽ ചർച്ചയ്ക്ക് പോവാറെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, എന്ത് ചർച്ച, എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് ആ വ്യക്തി ഇങ്ങനെ ചിരിച്ചോണ്ട് ചോദിച്ചു, അച്ഛൻ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ നേരെ കാലിൻ്റെ ചുവട്ടിലെന്ന പോലെ പ്രശ്നം നടത്തിയിട്ട് അറിഞ്ഞിട്ടില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അറിഞ്ഞില്ല, എന്നാ പറയാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഇച്ചിരി മാറ്റി നിർത്തിയിട്ട് സംഭാഷണം ആരംഭിച്ചു. അദ്ദേഹം പറഞ്ഞു, ഓണാഘോഷം അതറിഞ്ഞായിരുന്നു? അറിഞ്ഞു. ആ ഓണാഘോഷത്തിന് എല്ലാ പരിപാടികളും അറേഞ്ച് ചെയ്തു, ഉദ്ഘാടനം വരെ നടന്നു. ഉദ്ഘാടനം കഴിഞ്ഞ് ഒരു കാര്യം, ഒരു പ്രോഗ്രാമിൻ്റെ ലിസ്റ്റ് വിട്ടപ്പം ആളുകൾ തമ്മിൽ 2 അഭിപ്രായം ഉണ്ടായി. 2 അഭിപ്രായം ഉണ്ടായി, വഴക്കുണ്ടായി, അത് അടിയായി. അതൊരാൾ കല്ലെടുത്ത്, റോട്ടിൽ കിടന്നൊരു കല്ലെടുത്ത് വേറെ തന്നെ തലക്കിട്ടിടിച്ചു, അവൻ വേറൊരു കല്ലെടുത്ത് അവൻ്റെ തലക്കിട്ടിടിച്ചു. ഇത് വലിയൊരു സീനായി, എല്ലാവരും ഓടി തടിയെടുത്തു. പിന്നീട് ഇത് പാർട്ടി ഏറ്റെടുത്തു. ഇതിൻ്റെ 2ാം സ്റ്റെപ്പ് അടി ബസ് സ്റ്റാൻഡിൽ വെച്ച് പിറ്റേ ദിവസം നടന്നു. ഇനി 3ാം സ്റ്റെപ്പും വലിയ പ്രശ്നമാകാതിരിക്കാൻ ഇതിൻ്റെ നേതാക്കന്മാരെല്ലാം കൂടെ കൂടി ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിക്കാൻ വന്നതാണ്. എന്തെങ്കിലും തോന്നിയോ നിങ്ങൾക്ക്? എനിക്കും ഒന്നും തോന്നിയില്ല, ആ വ്യക്തിക്കൊന്നും തോന്നിയില്ലായിരിക്കും. ആ വ്യക്തി പോകാൻ നേരത്തെ എൻ്റെ കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു, അതെ, ഒരു കാര്യം കൂടി ഉണ്ടച്ചു. അതായത് ചിലർ പറയുന്നുണ്ട് പള്ളിക്കാരേതാണ്ടോ പ്രാർത്ഥിച്ചിട്ടായി പ്രശ്നം ഉണ്ടായെന്ന്. എന്ത്? അപ്പം ഞാൻ ആ ചേട്ടനോട് ചോദിച്ചു, ചേട്ടൻ എന്താ പറഞ്ഞേ? അല്ല, പള്ളിക്കാരേതാണ്ടോ പ്രാർത്ഥിച്ചിട്ടാണെന്ന് ചിലർ പറയുന്നുണ്ട്, വല്ല കാര്യമുണ്ടോ? ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞു. പിന്നീട് എൻ്റെ മനസ്സിൽ ഭയങ്കര ഒരു സന്തോഷമുണ്ടായി. പ്രശ്നം ഉണ്ടായതിലല്ല, പള്ളിക്കാരേതാണ്ടോ പ്രാർത്ഥിച്ചിട്ടാണെന്ന്. അന്നേരം ഞാനിങ്ങനെ ഓർത്തു, ദൈവമേ, നമ്മളൊരു നല്ല കാര്യത്തിനാണ് മുന്നിൽ നിൽക്കുന്നെങ്കിൽ, നന്മയ്ക്ക് വേണ്ടിയാണ് നമ്മൾ മുന്നിൽ നിൽക്കുന്നെങ്കിൽ, ദൈവം നമുക്ക് വേണ്ടി പുറകിലും മുന്നിലും യുദ്ധം ചെയ്തോളും. ഹല്ലേലൂയ. നമ്മൾ യുദ്ധം ചെയ്യാൻ വാളെടുക്കാതിരുന്നാൽ മതി. നമ്മൾ യുദ്ധം ചെയ്യാൻ പോയാൽ ദൈവം യുദ്ധം ചെയ്യില്ല. ഓർത്തോ, എല്ലാവരും നമ്മളോട് പറയും, ഒരു പ്രശ്നം വരുമ്പോൾ എന്ത് പറയുന്നറിയോ? നീ ഇങ്ങനെ ചെയ്യ്, നീ അതുപോലെ ചെയ്യ്, ഇന്നയാളോട് വിളിച്ചു പറ. നമ്മൾ പെട്ടെന്ന് എല്ലാവരും നമ്മളോട് വാളെടുക്കാനാണ് പറയുന്നത്, നീ അങ്ങ് യുദ്ധം ചെയ്യാനാണ് പറയുന്നത്. ദൈവവചനം പറയുന്നത് നമ്മളോട് വാളെടുക്കാനല്ല, വിശ്വസിക്കുന്ന ഒരാളോട് പറയുന്ന യുദ്ധം ചെയ്യാനല്ല. വചനം നോക്കിക്കേ, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തോളും. അതിൻ്റെ അർത്ഥം ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. നമ്മുടെ ദൈവം ആരാ? ദൈവത്തെ എല്ലാവർക്കും അറിയാം, പക്ഷെ അനേകം ആളുകൾക്ക് അറിയില്ല. എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തെ. നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ.
ഒരു കരം ഉയർത്തി സന്തോഷത്തോടെ ഉറക്കിയെന്ന് പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം പ്രവർത്തിക്കും. ഇനി ദൈവം, ഇപ്പം നമ്മൾ കേട്ട ദൈവവിശ്വാസമാണ്. വിശ്വാസം, ദൈവവിശ്വാസത്തിൻ്റെ 2-3 വാക്കുകൾ തമ്മിൽ വളരെ കണക്റ്റഡാണ് വചനം പഠിക്കുമ്പോൾ. ഏതൊക്കെയാണ്? ദൈവവിശ്വാസം, ദൈവഭക്തി, ദൈവഭയം. ഇതെല്ലാം ഒന്നിനോട് ചേർന്ന് കണക്ട് ചെയ്ത വാക്കുകളാണ്. വിശ്വാസം, ദൈവഭക്തി, ദൈവഭയം. പ്രഭാഷകന്റെ പുസ്തകം 27:3 ഒരു നല്ല പ്രവചന ദൂതുള്ള ഒരു വചനമാണ്. ഒന്ന് കേട്ടെ. ദൈവഭക്തിയിൽ ദൃഢതയും തീക്ഷ്ണതയും ഇല്ലാത്തവന്റെ ഭവനം അതിവേഗം നശിക്കും. ഒന്നും എൻ്റെ വാക്ക് അതിനകത്തില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എഴുതി വച്ചിരിക്കുന്ന വാക്കാണ്. എന്തുകൊണ്ട് ഇങ്ങനെ എഴുതിയിട്ടില്ല? നല്ല എഡ്യൂക്കേഷൻ ഇല്ലെങ്കിൽ കുടുംബം തകരും, സാമ്പത്തികമില്ലെങ്കിൽ വീട് തകരും എന്നൊന്നും എഴുതിയിട്ടില്ല. എങ്ങനെ എഴുതിയിരിക്കുകയാണ്? ദൈവഭക്തിയിൽ ദൃഢതയും തീക്ഷ്ണതയും ഇല്ലാത്തവന്റെ ഭവനം. എല്ലാ പ്രിയപ്പെട്ടവരും കേട്ടെ, ആരുടെയെങ്കിലും കുടുംബജീവിതം തകർന്നിട്ടുണ്ടെങ്കിൽ അത് സമ്പത്തില്ലാത്തതുകൊണ്ട് മാത്രമല്ല, ദൈവഭക്തിയിൽ ദൃഢതയില്ല, ദൈവഭക്തിയിൽ തീക്ഷ്ണതയില്ലാത്തവന്റെ ഭവനം അതിവേഗം പോയേ. വിവാഹം കഴിഞ്ഞു, 1.5 വർഷം കഴിഞ്ഞു, ഇപ്പോൾ കേസ് കോടതിയിൽ നടക്കുകയാണ്, പോലീസ് സ്റ്റേഷൻ കയറി നടക്കുകയാണ്, വക്കീൽ ഇഷ്ടം പോലെ പൈസ കൊടുത്തുകൊണ്ടിരിക്കുന്നു, കുടുംബബന്ധം ശിഥിലമായി. ജീവിതം പരിശോധിച്ച് നോക്കിയോ, അവർക്ക് ദൈവഭക്തിയിൽ ദൃഢതയും തീക്ഷ്ണതയും ഇല്ലായിരുന്നു. ദൈവഭക്തിയിൽ ദൃഢതയും വേണം, പിന്നെന്ത് വേണം? തീക്ഷ്ണതയും വേണം. ഇത് രണ്ടും വേണം. നമുക്ക് ബാക്കി എല്ലാ കാര്യത്തിലും ദൃഢതയുണ്ട്, തീക്ഷ്ണതയുണ്ട്. പുറംകാല് കൊണ്ട് അടിച്ച് കളഞ്ഞിരിക്കുന്ന 2 കാര്യമാണ്. ദൈവഭക്തിയിൽ ദൃഢതയില്ല, തീക്ഷ്ണതയില്ല. ഇന്ന് ഇവിടുത്തെ കാര്യമൊന്നുമല്ല കേട്ടോ പറയുന്നത്, ഇവിടെയുള്ള ആരുടെയും കാര്യമല്ല. ഇന്ന് കുറേ ആളുകൾ അവരുടെ മക്കളെ കൊണ്ട് പറയുന്നത് മക്കൾ തലവേദനയാണെന്ന്. ഇപ്പോൾ പ്രായം 25, 27, 30 ചോടെയാണ്. അവർ പറയുന്നു നാട്ടുകാർക്ക് തലവേദനയാണ്. ആരാണ് നാട്ടുകാർക്കും പള്ളിക്കും കുടുംബത്തിനും തലവേദനയായത്? ഒരു കാലത്ത് വളർന്നു വന്നപ്പം ദൈവഭക്തിയിൽ ദൃഢതയും തീക്ഷ്ണതയും ഇല്ലാതെ വളർന്ന മക്കളാണ് നാടിന് തലവേദന, നാട്ടുകാർക്ക് തലവേദന, വീടിന് തലവേദന. ഇനി കല്യാണം കഴിച്ചപ്പോൾ ആ ജീവിത പങ്കാളിക്ക് തലവേദന, ആ കുടുംബത്തിന് തലവേദന, എല്ലാവർക്കും തലവേദന. എല്ലാ മാതാപിതാക്കളും വളരെ 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 ശ്രദ്ധിക്കണം. നിങ്ങളുടെ മക്കൾ കുടുംബ പ്രാർത്ഥനയിൽ ദൃഢതയും തീക്ഷ്ണതയും ഇല്ല എന്ന് കണ്ടാൽ, ഓ പിള്ളേരല്ലേ എന്ന് വെക്കരുത്. നാളെ ഒരു 10 വർഷം കഴിയുമ്പോൾ അവരിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ളത് ഒരു വിഷമമായിരിക്കും. കാരണം ഇപ്പോൾ ദൈവഭക്തി ഇഷ്ടമല്ല, പ്രാർത്ഥന ഇഷ്ടമല്ല, ദേവാലയം ഇഷ്ടമല്ല, ധ്യാനം ഇഷ്ടമല്ല, സ്തുതിപ്പ് ഇഷ്ടമല്ല, അവർക്ക് വേറെ കുറേ കാര്യങ്ങളാണ് പ്രധാനമെങ്കിൽ ഇപ്പോൾ കുഴപ്പമൊന്നും വരാനില്ല. ദൈവഭക്തിയിൽ ദൃഢതയും തീക്ഷ്ണതയും ഇല്ലാതെ വളർന്നു വന്നവർ ഇന്ന് പലർക്കും തലവേദനയാണ്. ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം, ശരിയാണെങ്കിൽ അത് ഏറ്റെടുക്കുകയും വേണം. തെറ്റാണെങ്കിൽ ഞാൻ അങ്ങനെ പറഞ്ഞതായിട്ട് നിങ്ങൾ കേട്ടിട്ടില്ല, എന്തോ ഒരു തെറ്റ് പറ്റിയോണ്ട് ഈ അച്ഛൻ പറയണതാണെന്ന് ശ്രദ്ധിച്ചാൽ മതി. ദൈവഭക്തിയിൽ ദൃഢതയും തീക്ഷ്ണതയും ഇല്ലാത്തവർ കുടുംബം തകരും. ബൈബിളിൽ പ്രഭാഷകൻ 27:3 2 കാര്യം വേണം. ദൈവഭക്തിയിൽ എങ്ങനെയും തട്ടിക്കൂട്ട് വിശ്വാസം വേണമെന്നല്ല, 2 മലയാള വാക്കുകൾ എക്സ്ട്രാ ചേർത്തിരിക്കുക. ദൈവഭക്തിയിൽ എന്തൊക്കെയാണ്? ദൃഢത. ഈ ദൈവഭക്തി ദൃഢത ഉണ്ടായിരുന്നവരാണ് നിങ്ങളെങ്കിലുണ്ടല്ലോ, സ്തുതിപ്പിന് ഇത്രയും ശബ്ദം പോരാ. ദൈവഭക്തിയിൽ തീക്ഷ്ണതയുള്ളവരാണേ ഉണ്ടല്ലോ, അളവ് കൂടും, അത് ഉറപ്പാ. കാരണം ഇരിക്കുന്നവർ 100 പേരല്ല. ദൈവഭക്തിയിൽ ദൃഢതയും തീക്ഷ്ണതയും ഉള്ളവരുടെ പ്രാർത്ഥന ഇതിനേക്കാൾ കൂടണമെന്ന് എൻ്റെ ആഗ്രഹം. ഞാൻ ചിന്തിക്കും ചിലപ്പം, ദൈവഭക്തി ദൃഢതയും തീക്ഷ്ണതയും എന്തിനാന്ന്? ദൈവഭക്തിയിൽ ദൃഢതയും തീക്ഷ്ണതയും ഉണ്ടെങ്കിൽ ദൈവം നമ്മുടെ കാര്യത്തിലും എല്ലാത്തിനും മുന്നിൽ നിൽക്കും. നമ്മുടെ കാര്യത്തിലും ദൈവം ഒരു അനുഗ്രഹം ചെയ്യാൻ ദൈവത്തിന് നല്ല തീക്ഷ്ണത കാണും. ദൈവഭക്തിയിൽ ദൃഢതയും വേണം, തീക്ഷ്ണതയും വേണം. അതിൻ്റെ വേറൊരു പേരാണ് ദൈവഭയം. ഹല്ലേലൂയ. ഇന്ന് പലർക്കും എന്തില്ല? ദൈവഭയം ഒന്നുമില്ല. കാര്യം കുറേ പ്രാർത്ഥനയൊക്കെ ഉണ്ട്. ദൈവഭയം.
ദൈവഭയം ഉണ്ടേലുള്ള പ്രത്യേകത എന്നാ ഒന്ന് ശ്രദ്ധിക്കാമോ? ദൈവഭയം ഉണ്ടേലുള്ള പ്രത്യേകത, ദൈവഭയം ഒരു ദൈവഭക്തന്റെ അടയാളമാണ്. പറയാമോ ഹല്ലേലൂയ? ദൈവഭയം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവഭക്തന്റെ വിശ്വാസമുള്ള ഒരാളുടെ അടയാളമാണ്. ആ വ്യക്തിക്ക് ദൈവത്തെ ഭയമായിരിക്കും. ദൈവഭയം അത് നല്ല ഭയമാകട്ടെ പറയുന്നത്, നല്ല ഭയം, ദൈവഭയം, ദൈവഭയം, ദൈവഭക്തി, ദൈവവിശ്വാസം. ദൈവഭയമുള്ളവൻ ആരെ പേടിക്കില്ല? ദൈവഭയമുള്ളവൻ ആരെ പേടിയില്ല? ലോകത്തെ ഭയപ്പെടില്ല. ദൈവഭയമുള്ളവൻ മന്ത്രവാദത്തെ ഭയപ്പെടില്ല. ദൈവഭയമുള്ളവൻ കൂടോത്രം ചെയ്യുന്നവനെയും കൂടോത്രക്കാരനെയും കൂടോത്രത്തെയും ഭയപ്പെടില്ല. ദൈവഭയമുള്ളവൻ ആഭിചാരത്തിൽ ഭയപ്പെടില്ല. ദൈവഭയമില്ലാത്തവരോ ഈ പറയുന്ന കാര്യത്തിലൊക്കെ ഭയങ്കര ഭയമായിരിക്കും. കാരണം എന്നാ? ദൈവഭയമുള്ളവനെ ഒരു തലമുടിനാരിന് പോലും കേടുവരാൻ ദൈവം സമ്മതിക്കില്ല. ഹല്ലേലൂയ. ഈശോ പറഞ്ഞൊരു വാക്കുണ്ട്, നിന്റെ തലയിലെ ഓരോ മുടിയും. നമ്മുടെ തലയിലെ മുടി എണ്ണിയവർ എത്ര പേരുണ്ട്? നിങ്ങൾ വേറെ ആരുടെയും മുടി എണ്ണണ്ട, നിങ്ങളുടെ തന്നെ മുടി രാവിലെ തൊട്ട് എണ്ണി തീർത്തവർ ആകെ 4, 3, 7 ഉള്ളവർ എണ്ണിയിട്ടില്ല. ഓരോ പ്രാവശ്യം ചീകുമ്പോൾ എത്ര എണ്ണം ചീപ്പെ പറ്റി പോകുന്നു അതേപോലും എണ്ണിയിട്ടുണ്ടോ? ചീകി ഇപ്പോൾ ഒരു 10 ചീപ്പെ പറ്റി പോയി, 10 അല്ല 50 പോയി, നമ്മൾ എണ്ണിയിട്ടില്ല. അത് ചുരുട്ടി അടുപ്പിലിട്ടിട്ടുണ്ട്. സർവശക്തനായ ദൈവം പറയുവാണ്, തലമുടി എണ്ണിയിട്ടുണ്ടെന്ന് ഞാൻ. എൻ്റെ തലയിലെ മുടി ഞാൻ എണ്ണിയിട്ടില്ല. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ തലയിലെ മുടി നിങ്ങൾ എണ്ണി, ആകെ എണ്ണാത്തതാണ്, ബാക്കിയെല്ലാം നമ്മൾ എണ്ണും, ഇത് എണ്ണിയല്ല. ദൈവം പറയുകയാണ്, ആരും എണ്ണാത്തത് ദൈവം എണ്ണിയിട്ടുണ്ട്. തലമുടിനാര് പോലും, ഇതിന് പോലും ഒരു കേടുവരാൻ ദൈവഭയം ഉള്ളവനെ ദൈവം അതുപോലെ കെയർ ചെയ്യും, പ്രൊട്ടക്റ്റ് ചെയ്യും. ഹല്ലേലൂയ. ദൈവഭയമുള്ളവൻ ഇതിനൊന്നും ഭയപ്പെടില്ല. ക്രിസ്ത്യാനി ഇവിടുത്തെ കാര്യമൊന്നും അല്ല കേട്ടോ പറയുന്നത്, നിങ്ങൾ വിശ്വസിക്കരുത്. ഇവിടുത്തെ കാര്യമല്ല, ഞാൻ വേറെ ഏതോ നാട്ടിലെ കാര്യമൊക്കെയാണ് പറയുന്നത്. നിങ്ങൾ കാര്യമായിട്ട് എടുക്കണ്ട, ഇഷ്ടം ഉണ്ടെങ്കിൽ എടുക്കുക, കാര്യം ഉണ്ടെങ്കിൽ എടുത്താൽ മതി. ഒരാൾ പറഞ്ഞു, ക്രിസ്ത്യാനി സ്ഥലം വിറ്റ് പോകണമെങ്കിൽ ഒരു എളുപ്പ വഴിയുണ്ട് അച്ഛാന്ന്. ഒരു ക്രിസ്ത്യാനി സ്ഥലം വിറ്റ് പോകണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? കൂടോത്രം ചെയ്താൽ മതി. ഞാൻ നിങ്ങളെ കൂടോത്രം ചെയ്യാൻ പഠിപ്പിക്കാൻ പോവുകയാണ്. അത് മാത്രമേ ഇനി പഠിക്കാനുള്ളൂ, ഇതും കൂടെ പഠിക്കണം. ക്രിസ്ത്യാനി സ്ഥലം വിറ്റ്, ഒരു ക്രിസ്ത്യാനിയോട് പറയുവാണ്, കണ്ണടച്ചിട്ട് കൂടോത്രം കാണുന്നല്ലോ എന്ന് പറഞ്ഞാൽ അവന് ഭയങ്കര സന്തോഷമാണെന്നാണ് പറയുന്നത്. കണ്ണടച്ചിട്ട് കൂടോത്രം കാണുന്നവരെ കുറേ പേർക്ക് ഭയങ്കര ഇഷ്ടമാണ് താനും. ഇപ്പം പ്രാർത്ഥിക്കുന്ന ഒരാൾ കണ്ണടച്ചിട്ട് പറയുക, കൂടോത്രം കാണുന്നുണ്ടല്ലോ ചേട്ടാ, ആണോ എന്ന് ചോദിക്കും. അങ്ങനെയുള്ള പ്രാർത്ഥനക്കാരെ നിങ്ങൾ വിശ്വസിക്കരുത്. കാരണം കണ്ണടച്ചാൽ കൂടോത്രക്കാരനെ കാണുന്നവൻ വിശ്വാസിയല്ല. കണ്ണടച്ചാൽ സർവശക്തനായ ദൈവത്തെ കാണുന്നവനാണ് യഥാർത്ഥ വിശ്വാസി. ആണോ അല്ലയോ? ആണോ? ഒന്നും പ്രതികരിക്കുന്നില്ല. ഹല്ലേലൂയ. ചില ആൾക്കാർ കണ്ണടച്ചാൽ വേറെ കുറേ കാര്യങ്ങൾ കാണും. അതുപോട്ടെ. ഒരാൾ പറഞ്ഞതാണ്, ഇനി കൂടോത്രം ചെയ്യാൻ പഠിപ്പിക്കുകയാണ്. ഇത് പഠിപ്പിക്കാനൊരു കാരണമുണ്ട്. ഈ ക്രിസ്ത്യാനിക്ക് ദൈവത്തെക്കാൾ കുറേ പേർക്ക്, എല്ലാ ക്രിസ്ത്യാനികളും ചില കൂടോത്രത്തെ ഭയങ്കര പേടിയാണ്. കൂടോത്രം അങ്ങനെ ഒരു സംഭവം എനിക്ക് മനസ്സിലായപ്പോഴാണ് ഇത് പറയാൻ കാരണം. ഒരു ക്രിസ്ത്യാനി സ്ഥലം വിറ്റ് പോകാൻ വേണ്ടി ഇങ്ങനെ ചെയ്തെന്നാണ് പറഞ്ഞത്. 9 നാടൻ മുട്ട മേടിച്ചു. എത്ര എണ്ണം? 9. എന്നിട്ട് നാടൻ മുട്ട കേട്ടോ, മറ്റേ വെളുത്തല്ല, നാടൻ മുട്ട മേടിച്ചു. എന്നിട്ട് 5 കളറിലുള്ള റബ്ബർ ബാൻഡും മേടിച്ചു. പഴയ കുടയുടെ കുടക്കമ്പിയും മേടിച്ചു. കുടക്കമ്പി അവിടെ ഉണ്ടായിരുന്നു. കുറേ അടക്കയുടെ പകുതി, ഇതെല്ലാം കൂടെ എടുത്ത് ഒരു 3-4 കളറുള്ള സ്കെച്ച് പെന്നും കൂടെ മേടിക്കണം. സ്കെച്ച് പെൻ വില കുറവാണ്. അത് മേടിച്ചിട്ട് ആ മുട്ടയുടെ പുറത്ത് നിങ്ങൾ മലയാളം, ഇംഗ്ലീഷ്, കൊങ്ങിണി ഒന്നും എഴുതരുത്. നിങ്ങൾക്കറിയാത്ത ചൈനീസ് ഭാഷയൊക്കെ എഴുതിയാൽ കുഴപ്പമില്ല. എഴുതിയിട്ട് ഏത് സ്ഥലമാണോ വിറ്റ് പോകേണ്ടത് അവിടെ കൊണ്ടുപോയി രാത്രിക്ക് എപ്പോഴേലും വെച്ചേക്കുക. ആ വീട്ടുകാർ അത് എപ്പോഴേലും കാണുമ്പോൾ ആദ്യം പറയുന്നത് എന്നാന്നിരിക്കുന്നറിയോ? എടീ കൂടോത്രവാടി നമ്മുടെ വീട്ടിൽ, നമ്മൾ തകരാനുള്ള കാരണം, നശിക്കാനുള്ള കാരണം ഇതാന്ന് പറഞ്ഞ് സ്ഥലം വിൽക്കാനും ഇനി അടുത്ത ശ്രമമാണ്, നമുക്ക് ഇവിടുന്ന് വിറ്റ് പോകണം മനുഷ്യ, ഇവിടുന്ന് വിറ്റ് പോകാം. പണ്ടേക്ക് എനിക്ക് സംശയം ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു കുടുംബത്തെ പരിചയപ്പെട്ടു. അതാണ് പറയാൻ പോകുന്നത്. ഞങ്ങളുടെ നാട്ടിലാണ്. അവർ ധ്യാനം കൂടിയവരൊക്കെയാണ്, കാര്യം പ്രാർത്ഥനയുള്ളവരൊക്കെ ഉള്ളവരാണ്. അവിടുത്തെ ചേട്ടൻ പറമ്പിൽ തെങ്ങിന് തടവെടുക്കാൻ പോയ സമയത്ത്, തെങ്ങിന് തടവെടുക്കുകയാണ്, മുറ്റത്തിൻ്റെ താഴെയുള്ള ഒരു തെങ്ങ്. തടവെടുക്കുമ്പം പുള്ളിയുടെ തൂമ്പയിൽ ഒരു കാർബോർഡിൻ്റെ പെട്ടി തൂമ്പയിൽ ഇങ്ങനെ ഉടക്കി. പെട്ടെന്ന് അയാൾ തൂമ്പ വളരെ ഇവിടെ വച്ചിട്ട് ഇത് അഴിച്ചു നോക്കിയപ്പം കൂടോത്രമാണ്. ഞാൻ മുമ്പേ പറഞ്ഞ സാധനങ്ങൾ അതിനകത്തുണ്ട്. മുട്ട ഏതാണ്ടൊക്കെ എഴുതിയിരിക്കുന്നു,
കുറേ കുടക്കമ്പി, അടക്കയുടെ പകുതി, വെറ്റയില, ഉണങ്ങിയ തുളസിയില എല്ലാം കൂടി ഇരിക്കുന്നു. അയാൾക്ക് അന്നേരം മനസ്സിലായി ഞങ്ങളുടെ തകർച്ചയ്ക്ക് ആരോ ചെയ്തതായതെന്ന്. അയാളുടെ മനസ്സ് വല്ലാണ്ട് വിഷമിച്ചു. അയാൾ അന്നേരം അത് എടുത്തുകൊണ്ട് ഭാര്യ പോലും അറിയാതെ പഞ്ചായത്തിൻ്റെ പറമ്പിൽ കൊണ്ടുപോയി പാത്തു വെച്ചു. എന്തായിരിക്കും പഞ്ചായത്തിൻ്റെ പറമ്പിൽ കൊണ്ട് വെക്കാനുള്ള കാരണം? അയാളോട് വേറൊരാൾ പറഞ്ഞു, എടാ കൂടോത്രം വീടിന് ഏക്കുള്ളൂ, പഞ്ചായത്തിന് ഏക്കിയായിരുന്നു. എപ്പോഴും ശ്രദ്ധിച്ചോണം, കൂടോത്രം പ്രൈവറ്റ് കാര്യങ്ങൾക്ക് ഏക്കുള്ളൂ, ഗവൺമെൻറ് കാര്യങ്ങൾക്ക് ഏക്കിയല്ല. പഞ്ചായത്തിന് ഏക്കിയല്ല, കളക്ടർ ഓഫീസിന് ഏക്കിയല്ല, KSRTCക്ക് ഏക്കിയല്ല, പ്രൈവറ്റിനല്ല ഇത് കൊള്ളും. ഇയാൾ കൊണ്ടുപോയി പഞ്ചായത്തിൻ്റെ പറമ്പിൽ കൊണ്ടുവച്ചു. അന്ന് തൊട്ട് ഈ മനുഷ്യൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടു. ഇയാൾ 8 9 മണിയാകുമ്പോഴേ കിടന്ന് ഉറങ്ങുന്നവനാണ്, നന്നായിട്ട് അധ്വാനിക്കുന്ന ആളാണ്. 10 മണിയാകുമ്പോഴേ നന്നായിട്ട് ഉറങ്ങും. ഭാര്യ ശ്രദ്ധിച്ചു, പിന്നീട് ഇയാൾ ഉറക്കമില്ല. 11 മണിയാകുമ്പോൾ ഏകദേശം എഴുന്നേക്കും, ഒരു കുപ്പി വെള്ളം കുടിക്കും. 12 ഉറക്കമില്ല, തിരിഞ്ഞു കിടക്കുന്നു, മറിഞ്ഞു കിടക്കുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഭാര്യ ചോദിച്ചു, നിങ്ങൾക്ക് ഹാർട്ടിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ മനുഷ്യ? എന്തെങ്കിലും വേദനയുണ്ടോ? നമുക്ക് അതുകൊണ്ട് മെഡിക്കൽ കോളേജിൽ പോകണം, ആശുപത്രി പോകണം, ചെക്കപ്പ് ചെയ്യണം. നിങ്ങൾക്ക് എന്തോ ഉണ്ട്, നിങ്ങൾ എന്തോ കാര്യം കൊണ്ട് പറയാത്തതാണ്. ഭാര്യ പുറകെ നടന്ന് ശല്യം ചെയ്ത് അവസാനം ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു, എടി എനിക്ക് ഹാർട്ടിന് ഒരു പ്രശ്നവുമില്ല, പ്രശ്നം ഇതാണ്, നമ്മുടെ പറമ്പിൽ നിന്ന് കൂടോത്രം കിട്ടി, ഞാനത് പഞ്ചായത്തിൻ്റെ പറമ്പിൽ കൊണ്ടുപോയി വച്ചിരിക്കുകയാണ്. എടി നമ്മൾ തകരാൻ വേണ്ടി ആരോ ചെയ്തതാ, ഇവിടുന്ന് വിൽക്കാൻ നോക്കിയിട്ട് പറ്റുന്നുമില്ല, ഇവിടുന്ന് എങ്ങനെയും രക്ഷപ്പെട്ടില്ലെങ്കിൽ നമ്മുടെ മക്കളെല്ലാം തകർന്നു പോകും. ഉടനെ ഭാര്യ ഒരു ഐഡിയ ഇട്ടു, ഒന്നും പേടിക്കേണ്ട മനുഷ്യ, നാളെ ആ കൂടോത്രം നമ്മളെടുത്ത് രാവിലത്തെ കുർബാനയ്ക്ക് പോയിട്ട് വികാരിയച്ഛന് കൊടുത്തേക്കാന്ന്. വികാരിയച്ഛനാണ് ഭാര്യ മക്കളൊന്നും ഇല്ലാത്ത ആളാണ്, മേലെ ആകാശം താഴെ ഭൂമി, നോ പ്രോബ്ലം, പോയാൽ പോയി കിട്ടിയാൽ കിട്ടി. അവർക്ക് ചില ആൾക്കാർ അങ്ങനെ ചിന്തിക്കും, അച്ഛന് കൊടുത്തേക്കാം, എല്ലാം വേണ്ടാത്ത അച്ഛന് കൊടുത്തേക്കാം. അങ്ങനെ അന്ന് രാത്രിയിൽ ഈ മനുഷ്യൻ നന്നായിട്ട് കിടന്നുറങ്ങി. ഞാൻ അവിടുത്തെ ധ്യാനമൊക്കെ കൂടിയവരാണ്, അന്നൊന്നും ഈ പ്രസംഗമൊന്നും ഞാൻ പറയാറില്ലായിരുന്നു. പിറ്റേ ദിവസം നേരം വെളുത്ത് ഇവർ ഈ ഒരു കാര്യത്തോടെ എഴുന്നേറ്റ് ചെയ്ത് കൂടോത്രം, ഇവർക്ക് ഓട്ടോറിക്ഷ ഉണ്ട് ഇവർക്ക് സ്വന്തമായിട്ട്. ഈ ഓട്ടോറിക്ഷ വെച്ച് രാവിലെ ഇടവപ്പള്ളി പോകാൻ എഴുന്നേറ്റപ്പോൾ ഈ ഭാര്യയ്ക്കൊരു ബോധോദയം. ഭാര്യ പറയുകയാണ്, നമുക്ക് പള്ളിയിൽ പോകണ്ട, നമ്മൾ ധ്യാനത്തിന് പോയ അവിടെ ഒരു അച്ഛനെ വിളിച്ച് അച്ഛനുണ്ടെങ്കിൽ പുള്ളിക്ക് കൊടുത്താലോ? അതാരാണ്? ഞാനാണ്. അപ്പോൾ അങ്ങനെ രാവിലെ എഴുന്നേറ്റപ്പോൾ പല പ്രാവശ്യം ഫോണിൽ സൈലൻ്റ് ആയിരുന്നു, ഫോണിങ്ങനെ ഫോണിങ്ങനെ വരുന്നു. അപ്പം ഞാൻ 2-3 പ്രാവശ്യം ഞാൻ എല്ലാവർക്കും ആപത്തോ അപകടമോ വന്നിട്ട് വിളിക്കുവാണോ എന്നറിഞ്ഞ് ഫോൺ എടുത്തപ്പോൾ അവർ പറഞ്ഞു, മാത്യച്ച ഞങ്ങൾ അവിടെയാണ്, ഇങ്ങനെയാണ്, ഈ സ്ഥലത്താണ്, ഞങ്ങളുടെ പറമ്പിൽ നിന്നൊരു കൂടോത്രം ചെയ്ത് ഞങ്ങൾ തകരാൻ വേണ്ടി ആരോ ചെയ്തതാണ്, ഞങ്ങളുടെ ഇപ്പോഴത്തെ ആഗ്രഹം അത് അച്ഛന് തരണമെന്നുള്ളതാണ്. അച്ഛനാണെങ്കിൽ പറഞ്ഞൊന്നുമില്ലല്ലോ. എനിക്ക് അന്നേരം പെട്ടെന്നൊരു ആവേശത്തിന് ഞാൻ ഒരു ത്രില്ലടിച്ച് പറഞ്ഞു, ഇങ്ങോട്ട് കൊണ്ടുപോരേ എന്ന് പറഞ്ഞു. എനിക്ക് ഒത്തിരി നാളായിട്ടൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഈ കൂടോത്രം എന്നാണെന്ന് അറിയണം, ഇതെന്തൊക്കെ സാധനങ്ങളാണ് ഈ കൂടോത്രം, ഇതിനകത്ത് എന്നാ പരിപാടി എന്നൊന്ന് അറിയണം. ഇത് കേട്ടപാടെ ഞാൻ ആവേശത്തിന് പറയുകയും ചെയ്തു, കൊണ്ടുവരാൻ പറഞ്ഞു. പിന്നെ ഞാൻ കുർബാനയ്ക്ക് പോയപ്പോൾ എനിക്കൊരു ചെറിയ പേടി, ഇയാളിത് കൊണ്ടുവരുമോ ദൈവമേ, എന്നാ ചെയ്യുമെന്ന് എനിക്ക് ഒരു പേടി. കുർബാന കഴിഞ്ഞ് ഉടനെ ഞാൻ വന്ന് ഫോൺ നോക്കിയപ്പോൾ ഇയാൾ വിളിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് തിരിച്ചു വിളിച്ചു, എവിടെയാത് ചോദിച്ചപ്പോൾ പറയാണ്, ഞങ്ങളിപ്പോൾ സുൽത്താൻ ബത്തേരിയിൽ എത്തിയിരിക്കുകയാണ്, 1/2 മണിക്കൂറിനുള്ളിൽ അവിടെ എത്തും, അച്ഛൻ എവിടെയും പോകരുത്. അപ്പം തൊട്ട് എനിക്ക് ഒരു പേടി, ദൈവമേ ഇതിപ്പോൾ എന്നാ ചെയ്യും, എനിക്ക് ഒരു ടെൻഷൻ. ഇയാൾ ഈ പറഞ്ഞ നേരം കൊണ്ട് കൂടോത്രമായിട്ട് വന്നു. ഇയാൾ ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങി, ചേട്ടൻ്റെ കയ്യിലാണ് ഈ കൂടിനകത്താണ്, ഒരു 50 പൈസ കൂടിനകത്താണ് ഇതുള്ളത്. വന്ന പാടെ ഞാനവിടെ കാണുകയാണ്, ഇയാൾ നേരെ എൻ്റെ കയ്യിലേക്ക് തരുവാണ്. ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ തരണ്ട, ഞാൻ കൈ പുറകിൽ കിട്ടി, നിങ്ങൾ അവിടെ വെച്ചോളാൻ പറഞ്ഞു. എന്നോട് പറഞ്ഞു, കൂടോത്രം ചാടി കൈകൊണ്ട് തുടരുന്ന ഒരാൾ പറഞ്ഞിട്ടുണ്ട്. ഞാനവിടെ കൈ പുറകിൽ കെട്ടി നിന്നു. അപ്പോൾ അയാൾ പറഞ്ഞു, അയാൾക്ക് ഇത് എത്രയും വേഗം ഇത് എൻ്റെ തരണം, അയാൾ ഫ്രീ ആവണം, എന്നിട്ട് അന്നാമ്പളമൊക്കെ തളിച്ച് അയാളെ വിടുതൽ കൊടുത്ത് വിടണം, അതാണ് അയാളുടെ ലക്ഷ്യം. അപ്പം ഞാൻ അങ്ങനെ ചിന്തിച്ച്, ദൈവമേ ഇതെനിക്ക് വല്ലോ പണി കിട്ടുമോ എന്ന് ചിന്തിച്ച് ഞാൻ പറഞ്ഞു, ചേട്ടൻ തന്നെ പള്ളിക്കകത്ത് ഇവിടെ വെച്ചോളാൻ പറഞ്ഞു. ഞാൻ ബുദ്ധിപൂർവ്വം നിന്നു. അപ്പം ഞാനിതെന്ത് ചെയ്യും എന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ ഞങ്ങളുടെ കൂടെ ഒരു 75 വയസ്സ് കഴിഞ്ഞ വയസ്സായ ഒരു അച്ഛൻ അവിടെ ഉണ്ടായിരുന്നു. എനിക്ക് പെട്ടെന്ന് ആ അച്ഛൻ്റെ മുഖം ഓർമ്മ വന്നു. ഞാൻ ഈ ചേട്ടനോട് ഇങ്ങനെ പറഞ്ഞാലോ എന്ന് ഞാൻ ആലോചിച്ചു. ചേട്ടാ, ഇവിടെ വേറൊരു അച്ഛനുണ്ട്, പുള്ളി മന്ത്രവാദം, കൂടോത്രം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വളരെ എക്സ്പേർട്ടാണ്. അദ്ദേഹം വെഞ്ചരിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാം റെഡിയാകും, പിശാചിനെ പിടിക്കുന്നൊരു അച്ഛനാണെന്ന് പറയണമെന്ന് ഞാൻ വച്ച്. കാരണം എൻ്റെ മനസ്സിലിരിപ്പ് വേറെയാണ്. ഇനി കൂടോത്രം ഏറ്റാൽ തന്നെ എനിക്കൊന്നും പറ്റരുത്, 75 വയസ്സായ അച്ഛന് പറ്റിയാൽ ഇനിയൊന്നും പോകാനില്ല, കിട്ടുവാണെങ്കിൽ ആ അച്ഛന് കിട്ടിക്കോട്ടെ എന്ന് ഞാൻ മനസ്സിൽ ചിന്തിച്ച്. എനിക്ക് വരരുത്, അങ്ങോട്ട് പോയിക്കോട്ടെ ഞാൻ ചിന്തിച്ചു. ഞാൻ തന്ത്രപൂർവ്വം ഈ അച്ഛൻ്റെ അടുത്ത് ചെയ്തിട്ട് ചോദിച്ചു, അച്ഛോ
ഒരു കൂടോത്രമായിട്ട് ഒരാൾ വന്നിട്ടുണ്ട്, എന്നാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അച്ഛൻ എടുത്ത പോലെ എന്നോട് പറഞ്ഞു, ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. എൻ്റെ ഐഡിയ വളരെ രക്ഷപ്പെട്ടു, എൻ്റെ ഐഡിയ വിജയിച്ചു. ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു, ആ അച്ഛൻ ചെയ്തോളും, ഇന്ന് തന്നേക്കാൻ പറഞ്ഞു. ഞാനത് മേടിച്ച് കൈ പിടിച്ച് ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു, എന്നാൽ നിങ്ങൾ ഇനി പൊക്കോ, ഞങ്ങളതൊരു കൈകാര്യം ചെയ്തോളാം എന്ന് പറഞ്ഞപ്പം ഈ ചേട്ടൻ പറയാണ്, ഇതെന്ത് ചെയ്യുന്നു എന്നറിഞ്ഞിട്ടേ പോവുള്ളൂ എന്ന്. ഇത് വലിയ കൊടുക്കുമോ? ഞാൻ പറഞ്ഞു, ചേട്ടൻ പൊക്കോ, ഇത് എൻ്റെ കയ്യിലേ ഇരിക്കുന്നത്, ഇനി ഞാൻ ആ ഇനി എൻ്റെ നിങ്ങൾ ധൈര്യപൂർവ്വം പള്ളി പ്രാർത്ഥിച്ചിട്ട് പൊക്കോളാൻ പറഞ്ഞു. ഈ ചേട്ടൻ എന്ത് ചെയ്താലും ഇതെന്ത് ചെയ്തു എന്നറിഞ്ഞിട്ടേ പോവുള്ളൂ. അപ്പം ഞാനിത് കൂടുമായിട്ട് താഴോട്ട് ചെന്ന്, ഞങ്ങളവിടെ ചെന്ന് കാൽപ്പെരുമാറ്റം, കാലിൻ്റെ ഒച്ച കേട്ടപ്പോഴേ അച്ഛൻ മുറിയിൽ നിന്ന് ഇറങ്ങി വന്ന് അടുക്കളയിലേക്ക് വന്നു. അവൾ ഇറങ്ങി വരുന്ന അടുക്കളയിലേക്കാണ്. അടുക്കളയിലേക്ക് വന്നപ്പം ഞാൻ ഈ അച്ഛൻ്റെ കയ്യിലേക്ക് കൊടുത്തു. അച്ഛൻ അതോടൊരു മേശയെ വെച്ചു, കൂടെടുത്ത് ചുരുട്ടി ഒരു ബാസ്ക്കറ്റ് ബോട്ടിൽ ഇട്ടു. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഈ കാർബോർഡിൻ്റെ പെട്ടി അത് അഴിച്ചപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു ഇതിനകത്തേക്ക് എന്നാക്കിയാന്ന്. അന്നേരം ഞാൻ നോക്കിയപ്പോൾ അടക്കയുടെ ഒരു പകുതി ഇരിപ്പുണ്ട്, കുറേ ഉണങ്ങിയ തുളസിയില, വെറ്റയില, മുറുക്കുന്ന വെറ്റയില, ഏതാണ്ടൊക്കെയോ എഴുതിയിട്ട് കുറേ റബ്ബർ ബാൻഡ്, അതിൻ്റെ മുകളിൽ ഏതാണ്ടോ കമ്പി കഷ്ണങ്ങൾ, എന്തൊക്കെയോ പരിപാടിയുണ്ട്. അച്ഛൻ ഇതെല്ലാം വളരെ നിഷ്പ്രയാസം എടുത്തിട്ട് ബാസ്ക്കറ്റ് കൊട്ടയിലിട്ടിട്ട് എന്നോട് ഇങ്ങനെ ചോദിച്ചു, പച്ചമുളകുണ്ടോ എന്ന് ചോദിച്ചു. പച്ചമുളകോ? ഞാൻ ചിന്തിച്ചു, കൂടോത്രവും പച്ചമുളകും തമ്മിൽ ഇപ്പം എന്താ ഇപ്പം ബന്ധം? ഞാൻ പറഞ്ഞു, നോക്കട്ടച്ചോ. ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ ഇഷ്ടംപോലെ പച്ചമുളക്. ഞാൻ 2 എണ്ണം എടുത്തു. ഞാൻ പറഞ്ഞു, ഉണ്ട്. എന്നോട് പറഞ്ഞു, ചെറുതായിട്ട് അരിഞ്ഞോളാൻ. അപ്പോൾ ഇയാൾ ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒന്നും മനസ്സിലായില്ല. ഞാൻ നോക്കിയപ്പോൾ അച്ഛൻ ഒരു സ്റ്റീൽ ഗ്ലാസ് എടുത്തിട്ട് ഈ മുട്ട അതിനകത്ത് ഒറ്റപ്പൊട്ടിന് ഇടിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഉള്ളി ഉണ്ടെങ്കിൽ ഒരെണ്ണം എടുത്തോളാൻ പറഞ്ഞു, ഉള്ളി. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് ആംബ്ലേറ്റ് അടിക്കാനുള്ളൊരു പരിപാടിയിലേക്ക് പോവാണ്. എന്നോട് സ്നേഹമുള്ള ഈ ചേട്ടൻ എന്നോട് ആ കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചു, ചെയ്യരുതെന്ന്. പുള്ളി 75 വയസ്സുണ്ട്, ഇനി നോക്കാനൊന്നുമില്ല, പോട്ടെ, അച്ഛൻ ചെറുതാണെന്ന് നോക്കുക, ആ അർത്ഥത്തിലാണ് പുള്ളി പറഞ്ഞത്. ഞാൻ പറഞ്ഞു, സവോളയുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞോളാം, ആ ദോശക്കല്ല് വെക്കാൻ പറഞ്ഞു. ദോശക്കല്ല് വെച്ച് ആംബ്ലേറ്റ് അടിക്കാനുള്ള പരിപാടിയിൽ എണ്ണയൊക്കെ തൂത്ത് ഈ ചേട്ടൻ മുഖമെല്ലാം അങ്ങോട്ട് വല്ലാണ്ടായി. കാരണം അയാൾ ഉദ്ദേശിച്ച പോലത്തെ കാര്യങ്ങളൊന്നും ഇവിടെ നടക്കുന്നില്ല. എനിക്കും എന്തോ ഒരു വിഷമമായിപ്പോയി. ഞാൻ വിചാരിച്ച അച്ഛനൊരു ബന്ധന പ്രാർത്ഥനയൊക്കെ ചൊല്ലി അന്നാമ്പളമൊക്കെ തളിച്ച് ഇയാൾ സന്തോഷത്തിൽ വിടും, എനിക്കിത് കണ്ട് ഇതൊക്കെ എന്തൊക്കെയും ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചു. ഒന്നും ഒരു പ്രാർത്ഥനയും ചൊല്ലിയില്ല. ആംബ്ലേറ്റ് അടിച്ച് ഈ ഗ്ലാസ്സിനകത്ത് ഇളക്കിയിട്ട് ഇതേ ദോശക്കല്ലയിലിട്ടു, ചട്ടുകം കൊണ്ടൊന്ന് മറച്ചു വിട്ടു. ഈ ചട്ടുകം കൊണ്ട് ഈ ആംബ്ലേറ്റ് 4 പീസാക്കി. എത്ര പീസ്? 4 പീസ്. അത് ഏകദേശം ഒന്ന് ഉണങ്ങി കഴിഞ്ഞപ്പോൾ ഒരു പീസ് എടുത്തിട്ട് ചട്ടുകത്തോടൊപ്പം ഈ അച്ഛൻ ഈ കൂടോത്രവുമായി വന്ന ചേട്ടനെ കൊണ്ട് നീട്ടി. ആ ചേട്ടൻ അന്നേരം 2 കൈയും കൂപ്പി പിടിച്ച് ഏകദേശം ഈ രീതിയിൽ അച്ഛനോട് പറഞ്ഞു, എൻ്റെ പൊന്നച്ചോ. അയാൾ മേടിച്ചില്ല, അതേ പീസ് എനിക്ക് തന്നു. എനിക്ക് വേണ്ടെന്ന് പറയാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, ഞാൻ മേടിച്ചു. ആ ചേട്ടനെ കണ്ണിറുക്കി കാണിച്ചു, കഴിക്കരുതെന്ന്. പക്ഷെ എന്നോടൊരാൾ പറഞ്ഞു, കൂടോത്രം ചെയ്ത മുട്ടയെ ആംബ്ലേറ്റ് അടിക്കുന്നത് ചവയ്ക്കാതെ ഇറക്കിയാൽ കുഴപ്പമില്ലെന്ന്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇറക്കി, കടല തിന്നുമല്ല, ഇങ്ങനെ ഇറക്കി, ചവച്ചില്ല. ബാക്കി മുഴുവൻ ഭാഗവും ഈ പറഞ്ഞ അച്ഛൻ ഓപ്പോസിറ്റായിട്ട് തിരിഞ്ഞ് ജനലിൽ അങ്ങോട്ട് നോക്കി ശാപ്പിട്ടു മുഴുവൻ. ഈ ചേട്ടൻ പോയി കുറച്ച് കഴിഞ്ഞ് 1 കിലോമീറ്റർ അപ്പുറത്ത് പോയിട്ട് വണ്ടി സൈഡാക്കിയിട്ട് എന്നെ വിളിച്ച് പറഞ്ഞു, അച്ഛൻ ഇപ്പോൾ എവിടെയാ? ഞാൻ പറഞ്ഞു, എവിടെയുണ്ട്, വളരെ ശ്രദ്ധിക്കണമെന്ന് എന്നോട് പറഞ്ഞു. ആയിക്കോട്ടെ, ഞാൻ ശ്രദ്ധിക്കാമെന്ന് പറഞ്ഞു. അടുത്തിട്ട് പറഞ്ഞു, അച്ഛാ, ആ ധ്യാന കേന്ദ്രത്തിലെ പ്രാർത്ഥനാ പുസ്തകത്തിൽ 21-ാമത്തെ പേജിൽ 2 പേജിൽ കിടക്കുന്ന ബന്ധന പ്രാർത്ഥന അച്ഛൻ ചെല്ലണമെന്ന് പറഞ്ഞു. ഇപ്പോൾ ആ ചേട്ടൻ എന്നെ ധ്യാനിപ്പിക്കുകയാണ്. എന്നിട്ട് അയാൾ പറഞ്ഞു, അന്നാമ്പളം എടുത്ത് അച്ഛൻ തന്നെ ഇതേ ഇങ്ങനെ തെളിക്കണമെന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അയാൾ പറഞ്ഞു, അച്ഛൻ ഡ്രൈവ് ചെയ്യുന്ന ആളാണ്, വണ്ടി മറിയും, രോഗം വരും, പ്രശ്നം ഗുരുതരമാകും, സ്നേഹമുള്ളതുകൊണ്ട് പറയുവാന്ന് പറഞ്ഞു. ഇയാൾ പറഞ്ഞെല്ലാം കൂടെ എനിക്കും ആകെ ടെൻഷനായി. ഇതിപ്പോൾ ആ കുളമായി പോയി, ഇതാകെ തിന്നുകയും ചെയ്തു, ഇതിപ്പോൾ എന്തോ പ്രശ്നമാകും. ഇയാൾ എന്നെ സ്ഥിരമായി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക്, എങ്ങനെയുണ്ടോ, വല്ല കുഴപ്പമുണ്ടോ, ശ്രദ്ധിക്കണം, വണ്ടി എടുക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കണം, ഓടിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കണം. അവസാനം ഞാൻ പറഞ്ഞു, ഇതുവരെ ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല ചേട്ടൻ പറഞ്ഞൊരു പ്രശ്നം ഉണ്ടാക്കരുത്, ഇനി വിളിക്കരുത്, ഇങ്ങനത്തെ കാര്യത്തിൽ വിളിക്കരുത്, ഞാനതൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ഓക്കെയാന്ന് പറഞ്ഞു. ഒരു ദിവസം സമയം ഒത്തു കിട്ടിയപ്പോൾ ഞാൻ ഈ അച്ഛനോട് ചോദിച്ചു, അച്ഛാ, ഈ കൂടോത്രമായി വന്ന ഈ കൂടോത്രം ചെയ്തൊരു സാധനമാണെന്ന് പറഞ്ഞ് കൊണ്ടുവന്നൊരു സാധനമേ, അതൊരു പ്രാർത്ഥന ചൊല്ലിയില്ല, അതിലൊരു വ്യഞ്ചരിച്ചില്ല, അതൊന്നൊന്ന് പ്രാർത്ഥിച്ചൊന്നും നമുക്കതിൻ്റെ വല്ല ദോഷം ഉണ്ടാവുമോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോഴാണ് അച്ഛൻ പ്രായം കൊണ്ടും അനുഭവം കൊണ്ടും ഉള്ളിൽ വിശ്വാസമുള്ള അച്ഛൻ പറയുകയാണ്, അതെന്നെ വളരെ ഇഷ്ടപ്പെടുത്തി, വിശ്വാസമുള്ളവനെ ഇതൊന്നും തൊടിയല്ലെന്ന് പറഞ്ഞു. വിശ്വാസമുള്ളവനെ, അതിൻ്റെ അർത്ഥം എന്നാ? ദൈവഭയമുള്ളവനെ.
ഒരു കൂടോത്രത്തിനും മന്ത്രവാദത്തിനും ക്ഷുദ്രപ്രയോഗത്തിനും തൊടാൻ പോലും പറ്റില്ല. ഒന്ന് ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. നമുക്കൊക്കെ പേടി ഇതാ, ഇതൊന്ന് ഏറ്റെടുക്ക്. തൊടാൻ പറ്റില്ല, തൊടാൻ പറ്റില്ല. നമ്മൾ പലരും ചിന്തിക്കുന്ന വേറെ കുറേ കാര്യങ്ങളാ. ദൈവഭയമുള്ളവനെ ഒന്നും തൊടിയല്ല. നോക്കിക്കോ, ഇനി കൂടോത്രം മന്ത്രവാദം ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. എന്തിനാ കൂടോത്രം ചെയ്യുന്നത്? എനിക്കൊരു പച്ചക്കറി കടയുണ്ട്, ഇതാ അപ്പുറത്തൊരു പച്ചക്കറി കടക്കാരനുണ്ട്. എൻ്റെ പച്ചക്കറി കടയിൽ ആള് കുറവ്, അപ്പുറത്തെ പച്ചക്കറി കടയിൽ ഭയങ്കര ആള്. എന്നോടൊരാൾ പറഞ്ഞു അവൻ്റെ ഒരു പണി കൊടുക്കാൻ. അപ്പോൾ എന്നോടൊരാൾ ഒരു ഐഡിയ പറഞ്ഞു, ഇന്നയാൾ ഇന്ന പരിപാടിയൊക്കെ ചെയ്യുന്നതാണ്, അയാൾക്കൊരു പണി കൊടുക്കാൻ പറഞ്ഞു, ചെറു കച്ചവടം കുറയാൻ. ഞാൻ പോവും പൈസയായിട്ട്. എന്തിന്? അയാളുടെ നല്ല ഒരു അഭിവൃദ്ധിയെ ബ്ലോക്കാക്കാൻ ഞാൻ പൈസയായിട്ട് പോയി ചില ആളുകളെ കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്ത് അയാൾക്കെതിരെ പ്രയോഗിക്കുമ്പം ഈ വ്യക്തി വിശ്വാസവും ഇല്ല, പ്രാർത്ഥനയില്ലാതെ സാധാരണ ഒരു വ്യക്തിയാണെങ്കിൽ ഈ വ്യക്തി ചെയ്യുന്നത് നന്നായിട്ട് അയാൾക്ക് കൊള്ളും. ദിവസങ്ങൾ കഴിയുമ്പോൾ അയാളുടെ ബിസിനസ് നോക്കി നിൽക്കുമ്പോൾ ഡൗൺ ആകുന്നത് കാണും. മന്ത്രവാദമുണ്ട്, കൂടോത്രമുണ്ട്. മന്ത്രവാദവും കൂടോത്രവും ചെയ്യുന്ന വീടുകളിൽ ചെന്ന് ഉപദേശിച്ച അയാളുടെ മന്ത്രവാദം നിർത്താൻ നമുക്ക് ആർക്കും പറ്റില്ല. അത് ചെയ്യേണ്ടോ ചെയ്തുകൊണ്ടിരിക്കും, പ്രവർത്തിക്കുന്നുകൊണ്ടിരിക്കും. പക്ഷേ എന്നിൽ ദൈവഭയവും ദൈവവിശ്വാസവും ദൃഢമാണെങ്കിൽ, തീക്ഷ്ണതയോടെ ഉണ്ടെങ്കിൽ, ഞാൻ വിശ്വസിക്കുന്ന ഒരു ആത്മീയ കാര്യമാണ്, ദൈവഭയമുള്ളവൻ്റെ തലമുടിക്ക് പോലും ഒരു കുറവ് വരാൻ, ഒരു ആപത്ത് വരാൻ, കൊണ്ടുവരാൻ ഒരു മന്ത്രവാദിക്ക് മന്ത്രവാദം കൊണ്ടോ കൂടോത്രം ചെയ്യുന്നവന് കൂടോത്രം കൊണ്ടോ ചെയ്യാൻ കഴിയില്ല. അതിൻ്റെ പേരാണ് വിശ്വാസം. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഇങ്ങനെ വിശ്വാസമുള്ള എത്ര പേര്? വിശ്വാസം എന്ന് പറഞ്ഞാൽ പറയാൻ എളുപ്പമാണ്, പ്രസംഗിക്കാനും എളുപ്പമാണ്. ഇപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ. ഈ ധ്യാനം കഴിയുമ്പോൾ ഇവിടുന്നെല്ലാം പല ഭാഗത്തേക്ക് ബസ്സുകളുണ്ട്. ബസ് ഇട്ടിട്ടുണ്ട്, പല ഭാഗത്തേക്കും ബസ് ഇടുമ്പോൾ ഇത് മലയാറ്റൂർക്കുള്ള ബസ്സാണെന്ന് കരുതുക, ഉദാഹരണമാണ്. ബസ് വരുമ്പോൾ നിങ്ങൾ ബസ് ചാടി കയറാനുള്ള കാരണം എന്നാ? മലയാറ്റൂർക്കുള്ള ബസ് ചാടി കയറാനുള്ള കാരണം, ചാടി കയറിയിട്ട് ടിക്കറ്റ് എടുക്കും, സീറ്റിൽ ഇരിക്കും, ടിക്കറ്റ് എടുക്കും. ഇതിന് ബ്രേക്ക് ഉണ്ടെന്ന് നിങ്ങളോട് എന്താ ഉറപ്പ്? നമ്മളൊരു ബസ്സേ കയറുമ്പോൾ നമുക്കൊരു ഉറപ്പാ, ഈ 10-40 ലക്ഷം രൂപയുടെ ബസ് ആണേലും 35 ലക്ഷം രൂപയുടെ വണ്ടിയാണേലും ഇതെന്നെ മലയാറ്റൂർ എത്തിക്കൂന്ന്. അതാ ടിക്കറ്റ് എടുക്കുന്നത്. ഒരാൾ ഫോൺ വിളിച്ച് പറയണം ആ ബസ്സേ കയറില്ല, ബ്രേക്ക് ഇല്ലെന്നൊരു സംശയം ഉണ്ടെന്ന് പറഞ്ഞാൽ കയറുമല്ലോ. ഈ പന്തലിൽ കിടന്നാലും നാളെ രാവിലെ പോക്കോളാന്ന് പറയും. പോവുകയല്ല. 30 ലക്ഷം രൂപ വിലയുള്ള ബസ്സിൽ ബ്രേക്ക് ഉണ്ട്. നമ്മൾ ബസ് വരുമ്പം നമ്മൾ ഡ്രൈവറെ നോക്കുവോ? ഡ്രൈവർ എന്തേലും ആരോഗ്യമുണ്ട് നമ്മൾ നോക്കുവോ? ഡ്രൈവറിൻ്റെ സീറ്റിലേക്ക് പോലും നോക്കില്ല, അവിടെ ഉണ്ടെന്ന് ഒരാളുണ്ടെന്ന് ഉറപ്പാ. 2, ഡ്രൈവറോട് ആരെങ്കിലും നമ്മൾ ബസ്സിൽ കയറുന്നതിനും പറയുമോ മലയാറ്റൂർക്കല്ലേ? അതെ ഞാനൊന്ന് ബസ്സിൻ്റെ അടിയിൽ കിടന്ന് നോക്കട്ടെ കേട്ടോ, എൻ്റെ ബ്രേക്കും ഓയിലും ഒക്കെ കറക്റ്റാണൊന്ന് നോക്കിക്കോട്ടെ, എന്നിട്ട് എനിക്ക് കയറാൻ പറ്റുള്ളൂ എന്നാണോ നമ്മൾ പറയുന്നത്? നമ്മളാരും ബസ്സിൻ്റെ അടിയിൽ കിടന്ന് നോക്കി പിന്നെ ക്ലച്ചും ബ്രേക്കും ഒക്കെ കറക്റ്റാണോ, സ്ക്രൂ മുറുക്കിയിട്ടുണ്ടോ, ഇതിന് ഓയിൽ കറക്റ്റ് സമയത്ത് ചേഞ്ച് ചെയ്തിട്ടുണ്ടോ, ടയർ ഓക്കെ ആണോ നോക്കിയിട്ടല്ല. ബസ് വരുമ്പോഴേ ടയറും നോക്കുന്നില്ല, എഞ്ചിനും നോക്കുന്നില്ല, ഓയിൽ ചേഞ്ച് ഒന്നും നോക്കുന്നില്ല. ചാടി കയറി നമ്മൾ നോക്കുന്നത് സീറ്റ് ഫ്രീ ഉണ്ടോന്നാണ്. ഒരു സീറ്റ് ചാടി കയറി ഇരിക്കുക, എന്നിട്ട് വേഗം പൈസ എടുത്ത് കണ്ടക്ടറോട് ടിക്കറ്റ് എടുക്കുക. എന്നാ ഇത്ര ഉറപ്പ്? എവിടെ നമുക്ക് ആ ഉറപ്പുണ്ട്? ബസ്സിൽ കയറുമ്പോൾ ഈ ബസ്സിൻ്റെ ഈ ഒരു ഈ ഇരുമ്പിന് ജീവൻ വെച്ചതാണ് ഈ വാഹനം. പച്ച ഇരുമ്പിന് ജീവൻ വരുന്നതാണ് വാഹനം. അതിൽ നമുക്ക് ഇത്രയും ഉറപ്പുണ്ട്. അതാ ചാടി കയറിയിരിക്കുന്നത്. എന്താ ഉറപ്പ്? എന്നെ എത്തേണ്ടിടത്ത് എത്തിക്കും എന്നുള്ള ഉറപ്പ്. നമ്മുടെ ദൈവത്തിൽ ഇത്രയും ഉറപ്പ് പലർക്കും ഇല്ല. ഇതുപോലെ തന്നെ ദൈവത്തിൽ വിശ്വാസത്തിന്റെ അകത്ത് നിൽക്കുന്നവർക്ക് ഉറപ്പ് വേണം. എന്തു പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും എൻ്റെ ദൈവം എന്നെ എത്തേണ്ടിട ഇടത്ത് സുരക്ഷിതമായി എത്തിക്കും. അതിൻ്റെ പേരാണ് വിശ്വാസം. പറഞ്ഞേ ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി ആ ഉറക്കെ വിശ്വാസത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിന്റെ പേരാണ് വിശ്വാസം. ഈ വിശ്വാസം ഹൃദയത്തിന് അകത്ത് വേണം. ഇനി ശ്രദ്ധിക്കുക, നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു, ഞാൻ മൈക്കിലൂടെ ദൈവവചനം പറയുന്നു. എൻ്റെ വിശ്വാസം, നമ്മുടെ ഓരോരുത്തരുടെ വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്ന സമയവും കാലവും ഒക്കെ മാറ്റിവെച്ച്. ഈ വിശ്വാസത്തിന് ഗുണം എന്നാ? അതായത് ഞാൻ എന്തിനാ മഴ പെയ്യുമ്പോൾ നമ്മൾ കുടയെടുക്കുന്നത് എന്തിനാ? മഴ പെയ്യുമ്പോൾ കുടയെടുക്കുന്നത് മഴയെ നിർത്താനാണോ അതോ മഴ നനയാതിരിക്കാനാണോ? ശ്രദ്ധിച്ച്, നമ്മളെല്ലാം കുടയെടുക്കുന്നത് നമ്മൾ കുട കൊണ്ട് ഏത് അഭ്യാസം കാണിച്ചാലും മഴ നിൽക്കത്തില്ല.
പക്ഷേ എത്ര മഴ പെയ്താലും ഈ കയ്യിലിരിക്കുന്ന കുട നിവർത്തി പിടിച്ചാൽ എന്നെ മഴ നനയാതെ ഈ കുട സംരക്ഷിക്കും. ഈ മഴ പെയ്യുമ്പോൾ എടുക്കുന്ന കുട പോലെയാ എൻ്റെ പ്രാർത്ഥന, എൻ്റെ ദൈവത്തിലുള്ള എൻ്റെ വിശ്വാസം. അത് ഞാൻ എൻ്റെ കയ്യിൽ എടുത്തി പിടിച്ചിരിക്കുന്ന കാര്യമാണ്. എന്നാ പ്രത്യേകത? മന്ത്രവാദം ചെയ്യുന്ന ഒരാൾ മന്ത്രവാദം ചെയ്തു എനിക്കെതിരെ, എനിക്ക് പേടിക്കണ്ട, എന്നെ സുരക്ഷിതമായി അതിനകത്ത് നിർത്തിക്കോളും. ഏത്? മഴ പെയ്യുമ്പോൾ കുട നിവർത്തുന്നത് പോലെ മഴവെള്ളം കുടയെ വീണ്ട് അത് 2 സൈഡിൽ കൂടെ 4 സൈഡിൽ കൂടെ ഒഴുകിപ്പോക്കോളും. മഴ പെയ്യുമ്പോൾ ഞാൻ കുടയെടുക്കുന്നത് മഴയെ നിർത്താനല്ല, ഞാൻ മഴ നനയാതിരിക്കാൻ. ഞാൻ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? ഞാൻ എന്തിനാ ദൈവത്തിൽ ആശ്രയിക്കുന്നത്? എനിക്ക് സുരക്ഷിതമായിരിക്കാൻ, എന്നെ ദൈവം സുരക്ഷിതത്തിൽ നയിക്കാൻ എൻ്റെ വിശ്വാസത്തിനും പ്രാർത്ഥനയ്ക്കും കഴിവുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയാ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. നമ്മളെ സുരക്ഷിതമായി കൊണ്ടുപോകുന്നതാ നമ്മുടെ വിശ്വാസവും പ്രാർത്ഥനയും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിശ്വസിക്കുന്നവന് ഒരു നാളും ലജ്ജിക്കേണ്ടി വരികയില്ല. ഇവിടെ ഇരിക്കുന്ന ഓരോ അപ്പച്ചനും അമ്മച്ചിമാരും വളരെ ശ്രദ്ധിക്കണം. നിങ്ങളുടെ വിശ്വാസം, നിങ്ങളുടെ മക്കൾക്ക് വിശ്വാസത്തിൽ കുറവുണ്ടെങ്കിൽ വിശ്വാസത്തിൽ വളരാൻ വേണ്ടി പ്രാർത്ഥിക്കണം. വലിയ സമ്പന്നനായൊരു മനുഷ്യൻ, ബ്രിട്ടനിൽ എയർഫോഴ്സ് ഉദ്യോഗസ്ഥനായ മകൻ, എയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ്റെ മകൾ കർണാടകയിൽ എയർ ഹോസ്റ്റസ് ആകാൻ പഠിക്കുകയായിരുന്നു. ആ അപ്പൻ പശ്ചാത്താപത്തോടെ പറഞ്ഞൊരു വാക്കാ ഇനി പറയാൻ പോകുന്നത്. മിടുമിടുക്കിയായൊരു മകൾ, എല്ലാത്തിനും നല്ല വിഷയത്തിൽ ഉയർന്ന മാർക്ക് കിട്ടിയ മകൾ, പള്ളിയിൽ പാട്ട് പാടിക്കൊണ്ടിരുന്ന മകൾ, എന്നാൽ ഉള്ളിൽ ഒരു വിശ്വാസവും ഇല്ലാത്തയാൾ. പള്ളിയിലൊക്കെ പാട്ട് പാടുന്ന ആളാണെങ്കിലും വിശ്വാസവും ഇല്ല, പ്രാർത്ഥനയും കാര്യങ്ങളൊന്നും ഉള്ളിൽ തട്ടി ഒന്നുമില്ല, പുറമേ എല്ലാം ഉണ്ട്. അങ്ങനെ പഠിക്കാൻ പോയി. കർണാടകയിൽ പഠിക്കാൻ പോയപ്പോൾ മാനന്തവാടിയിലുള്ളൊരു സുഹൃത്തിനെയാണ് ഫാമിലി ഫ്രണ്ടാക്കി അപ്പൻ നിർത്തിയത്. അതായത് ഒരു ഗാർഡിയനെ പോലെ. അപ്പം ബ്രിട്ടൻ എയർഫോഴ്സ് ഉദ്യോഗസ്ഥനാണ്, കോടീശ്വരനാണ്. മകൾ 7 മാസം 8 മാസം കഴിഞ്ഞായിരുന്നെങ്കിൽ എയർ ഹോസ്റ്റസ് പഠനം പൂർത്തിയാക്കി ബ്രിട്ടനിലോ ഏതെങ്കിലും ഉയർന്ന നല്ല രാജ്യത്ത് നല്ല ശമ്പളത്തോടെ ജോലി മേടിച്ചു കൊടുക്കും. ഒന്നും പേടിക്കണ്ട. പക്ഷേ ഒരു തെറ്റായ ബന്ധത്തിൽ ഈ മകൾ പോയി പെട്ടു. ഇത് പിന്നീട് അറിഞ്ഞത് അത് എല്ലിന് പിടിക്കുന്ന ഒരു പ്രണയമായിട്ട് മാറി. ആ ബന്ധം വല്ലാണ്ട് വഷളായി. പിന്നീട് ആ വ്യക്തിയോടുകൂടെ പല ഭാഗത്ത് കർണാടക, ഗുണ്ടൽപേട്ട്, മൈസൂർ, അങ്ങനെ ആ റോട്ടിലൂടെ പല ഭാഗത്തേക്കും ബൈക്കിൽ യാത്ര ചെയ്തു, ബുള്ളറ്റ് ബൈക്കിൽ യാത്ര ചെയ്തു. സ്നേഹിച്ച വ്യക്തിക്ക് കുറുക്കൻ്റെ കണ്ണുള്ളവനായിരുന്നു. ഒരു പ്രാവശ്യം കർണാടകയിൽ ഭൂപ്രകൃതി നിങ്ങൾക്ക് അറിയില്ലായിരിക്കാം. കർണാടക ഗുണ്ടൽപേട്ട് ഭാഗം ഭൂപ്രകൃതി മരുഭൂമി പോലെ കിടക്കുന്ന സ്ഥലമാണ്. അവിടെ ഒന്നും ആൾപ്പാർപ്പില്ല, ആൾതാമസം ഇല്ലാത്ത സ്ഥലമാണ്. കുറച്ച് ഭാഗത്ത് ആളുകൾ കൂടി താമസിക്കും, ഒരുപാട് ഭാഗത്ത് ജനത്താമസം ഇല്ല. അങ്ങനെ ഇവൻ ഒരു പ്രാവശ്യം ഇവളെയും കൊണ്ട് ബൈക്കിൽ വരാൻ നേരത്ത് ഇവൻ്റെ സുഹൃത്തുക്കളെ 3 പേരെ കർണാടക ഗുണ്ടൽപേട്ടിൽ വിളിച്ചു വരുത്തി. 3 പേര് ബൈക്കിനാണ് വന്നത്, 2 പേര് 2 ബൈക്കായിട്ട് അവർ വന്നു. എന്നിട്ട് ഇവർ ഉൾഭാഗത്തേക്ക് വാഹനം ഓടിച്ച് ഇവളെയും കൊണ്ട് പോയി. ഇതെല്ലാം തന്ത്രപൂർവ്വം ഒരു കളിയാണ്, ഇവളൊന്നും അറിഞ്ഞിട്ടുമില്ല. അവർ 3 പേരും പീഡിപ്പിച്ചു. കർണാടകയിൽ വെച്ച് കൊച്ചു മരിച്ചുപോയി. മരിച്ചു പോയപ്പോൾ അവർക്ക് ആദ്യം ഭയങ്കര ടെൻഷനായി. കർണാടകയുടെ ഒരു പാവപ്പെട്ടവരുടെ വീട്ടിൽ പോയി തൂമ്പ മേടിച്ചുകൊണ്ട് വന്ന് കർണാടക മണ്ണിൽ ഈ പെങ്കൊച്ചിനെ കുഴിച്ചിട്ടു. അവർ തൂമ്പ മേടിക്കാൻ പോയപ്പോൾ ചില ആളുകൾക്ക് സംശയം തോന്നി. അവർ വട്ടം കൂടി ഇവരെ വളഞ്ഞു. ഞാൻ ആരെയും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയല, വളഞ്ഞു കഴിഞ്ഞ് ഈ പ്രശ്നം ഗുരുതരമായി. അപ്പോൾ ഇവർ പറഞ്ഞു, ഈ പെങ്കൊച്ച് ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ ഷാൾ ഉരുങ്ങി മരിച്ചതാന്നൊക്കെ പറഞ്ഞ് അഭ്യാസം പറഞ്ഞു. കർണാടകയിൽ പോസ്റ്റ്മോർട്ടം നടത്തി. ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ എത്തി, ഉയർന്ന ഡോക്ടർമാരെത്തി. ഇവർ സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്നവരാണ്. പല ഭാഗത്ത് ഇവരുടെ കോടീശ്വരന്മാരായ ആളുകൾ പറഞ്ഞ നേരം കൊണ്ട് സ്ഥലത്തെത്തി. പോസ്റ്റ്മോർട്ടം നടത്തി. ഡോക്ടർ പറഞ്ഞു, വലിയ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കേണ്ട, നാറ്റക്കേസാണ്, പരാതിയില്ലെന്ന് പറഞ്ഞ് ബോഡി കൊണ്ടുപോകാൻ പറഞ്ഞ് ശവസംസ്കാരം നടത്തി. ആ മകൾ മരിച്ച പിന്നെ ഈ അപ്പൻ്റെ മനോനില തെറ്റിപ്പോയി, മനസ്സിൻ്റെ നില തെറ്റിപ്പോയി. മരുന്ന് കഴിക്കുന്ന ആളാണ്. എന്നെ ഒരു പ്രാവശ്യം ഈ വ്യക്തി പറഞ്ഞു, അച്ഛൻ ഈ മാനന്തവാടി കൂടെ പോകുമ്പോൾ എൻ്റെ വീട്ടിലൊന്ന് കയറിയിട്ട് പോകണം, അത് ഈ ഗാർഡിയൻ്റെ വീട്ടിൽ കയറണമെന്ന് ഒരു കാര്യം പറയാനാന്ന് പറഞ്ഞു. അങ്ങനെ ആ വീട്ടിൽ കയറിയപ്പോൾ തലമുടി വെട്ടാത്ത, ഷേവ് ചെയ്യാത്ത ഒരാൾ മലയാള മനോരമ പേപ്പറിൽ വന്ന ഈ മകൾ മരിച്ച വാർത്ത അടങ്ങിയ പേപ്പർ കൈ പിടിച്ചുകൊണ്ട് തിണ്ണയിലിരിപ്പുണ്ട്. ഞാൻ വിചാരിച്ച ഇയാളുടെ കൂടപ്പുറപ്പ് ആരെങ്കിലും ആയിരിക്കും. കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ല അച്ഛാ, ഒരു കാര്യം എനിക്ക് പറയാനുണ്ടെന്ന്. ഈ മനുഷ്യനെ കുറിച്ചാണ്, എൻ്റെ ആരുമല്ല, എൻ്റെ ഒരു സുഹൃത്താണ്, ഒരു ഉത്തമ ഫാമിലി ഫ്രണ്ടാണ്. ഇയാളുടെ മകൾ ഇങ്ങനെ മരിച്ചു, ആ വന്ന വാർത്തയാണ് കയ്യിലിരിക്കുന്നത്. അയാൾ മനസ്സിൻ്റെ നിലതെറ്റിപ്പോയി. മനസ്സിൻ്റെ നിലതെറ്റിപ്പോയെങ്കിലും ആ മനുഷ്യൻ എന്നോട് പോകാൻ നേരത്ത് പറഞ്ഞെന്നറിയോ, എനിക്കൊരു സ്ഥലത്ത് തെറ്റുപറ്റി. ആർക്ക്? ബ്രിട്ടനിൽ എയർഫോഴ്സ് ഉദ്യോഗസ്ഥനായ, നല്ല വിദ്യാഭ്യാസമുള്ള, പൈസയുള്ള, പണമുള്ള, ആരോഗ്യമുള്ള, 4 പേര് ബഹുമാനിക്കുന്ന സ്ഥാനത്തിരിക്കുന്ന ഈ വ്യക്തിക്ക് തെറ്റുപറ്റിയെന്നോ? എന്നാ തെറ്റുപറ്റിയിട്ട് അയാൾ പറയാണ്, എൻ്റെ മക്കളെ വിശ്വാസത്തിലും പ്രാർത്ഥനയിലും വളർത്താൻ, അതല്ല വാക്ക് ദൈവഭയത്തിൽ വളർത്താൻ തെറ്റുപറ്റിയതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയമെന്ന്. എൻ്റെ മക്കൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് വിജയത്തിൻ്റെ മാനദണ്ഡമല്ല. എൻ്റെ മക്കളെ എത്ര വിശ്വാസത്തിലും ദൈവഭക്തിയിലും വളർത്താൻ കഴിഞ്ഞു എന്നുള്ളതാ ഒരു വ്യക്തിയുടെ വിജയത്തിൻ്റെ മാനദണ്ഡം. വിശ്വാസവും ദൈവഭക്തിയും ദൈവഭയവും ഒരുവൻ്റെ നട്ടെല്ല് പോലെ ജീവൻ്റെ നാളമത്.
പറഞ്ഞേ ഹല്ലേലൂയ.